السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, സൂറത്തു സബയിന്റെ 13 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ഖളൈനാ അലൈഹിൽ മൗത മാ ദല്ലഹും അലാ മൗതിഹി ഇല്ലാ ദാബത്തുൽ അർദ് തഅകുലു മിൻ സഅതഹ് ഫലമ്മാ ഖറ തബയ്യനതിൽ ജിന്നു അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ മാ ലബിസൂ ഫിൽ അദാബിൽ മുഹീൻ. ഈ ആയത്തില് അല്ലൗ അവിടെ മണിക്കാൻ പാടില്ല. സുക്കൂനുള്ള നൂന്യഷം ലാമു വരുമ്പം ബിലാഗ് തന്നെയാണ്, മണിക്കാതെ ശ്രദ്ധിക്കണം. അല്ലൗ എന്നാൽ മ്യസഅതഹു എന്നിടത്ത് ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. ലിസബഇൻ ഫീ തൻവീനേഷം ഫാ വരുമ്പോൾ ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ജന്നതാനി അൻ യമീനിൻ വശിമാൽ. അയ്യ യമീനിൻ വ അവിടെ രണ്ടിടത്തിലും ഇദ്ഗാമും ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ച് ഓതേണ്ടുന്ന സ്ഥലമാണ്. കുലൂ മിർ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹ്. മിർരി അവിടെ മണിക്കാൻ പാടില്ല, ബിലാഗുന്നയാണ്. ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. ബൽദത്തുൻ ത്വ അവിടെ ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ത്വയ്യിബത്തുൻ വ അവിടെ ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ഫഅറദൂ ഫഅർസൽനാ അലൈഹിം സൈലൽ അരിമി വബദ്ദൽനാഹും ബിജന്നതൈഹിം. ഹും ബി സുക്കൂനുള്ള മീമിനേഷം ബാ വരുമ്പോ മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വഅസ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. അവിടെ അസ്ലിം വ എന്നിടത്ത് ഷൈഇമ്മി എന്നിടത്തൊക്കെ ബിഗുന്നയാണ്, ശദ്ദ് ചെയ്ത് മണിച്ചോദണം. സിദ്രിൻ ഖലീൽ അവിടെ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദേണ്ടുന്ന സ്ഥലമാണ്. ദാലിക ജസൈനാഹും ബിമാ കഫറൂ വഹൽ നുജാസി ഇല്ലൽ കഫൂർ. وجعلنا بينهم وبين القرى التي باركنا فيها قرى ظاهرة وقدرنا فيها السير سيروا فيها ليالي وأياما آمنين. അവിടെ അയ്യാമൻ മണിക്കേണ്ടതില്ലാത്ത സ്ഥലമാണ്, ഇൽഹാർ ചെയ്ത് ഓതേണ്ടുന്ന സ്ഥലമാണ്. എന്നാൽ ഖുറന്ത അവിടൊക്കെ ഇഖ്ഫാ ചെയ്ത് മണിച്ചോതേണ്ടുന്ന സ്ഥലമാണ്. ഫഖാലൂ റബ്ബനാ ബാഇദ് ബൈന അസ്ഫാരിനാ വളമൂ അൻഫുസഹും. അൻഫു ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. ഫജഅൽനാഹും അഹാദീസ വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ് ഇന്ന ഫീ ദാലിക ലആയാതിൻ ലികുല്ലി സ്വബ്ബാരിൻ ശകൂർ. അപ്പോൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അള്ളാഹു വിധേയമാക്കി കൊടുത്ത കാറ്റും പക്ഷികളും അതേപ്രകാരം തന്നെ ജിന്നുകൾ എടുക്കുന്ന ജോലികളാണ് തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ സൂചിപ്പിച്ചത്.
ഇനി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ തന്നെയായ ഒരു മുഅ്ജിസത്ത്, ഒരു അത്ഭുതകരമായ ഒരു കാര്യത്തെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്. ഫലമ്മാ ഖളൈന അലൈഹിൽ മൗത്ത്, മരണം വിധിക്കപ്പെട്ടപ്പോൾ, മരണം വന്നു ചേർന്നപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് പിന്നെ മരണം വലിയ അത്ഭുതകരമായൊരു മരണമായിരുന്നു. കാരണം ജിന്നുകളായിരുന്നു കൂടുതലും സേവകരായിട്ട് ധാരാളം ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ആജ്ഞാനുവർത്തികളായി അങ്ങനെ ചെയ്യുന്നതിൽ ചിലർക്കൊക്കെ നീരസവും അതേപ്രകാരം തന്നെ അതിലുള്ള വിമിഷ്ടവും ഉണ്ടായിരുന്നു എന്നത് ഈ ആയത്തിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാം. അപ്പൊ മരണപ്പെട്ടപ്പോൾ മാ ദല്ലഹും അലാ മൗത്തിഹി, ആ ജിന്നുകളെ ആ മരണത്തെ പറ്റി അറിയിച്ചിട്ടില്ല. ഇല്ലാ ദാബത്തുൽ അർള്. ദാബത്തുൽ അർള് എന്ന് പറഞ്ഞാൽ ശരിക്ക് ചിതലിനെ പറ്റി സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. തഅക്കുലു മിൻ സഅതഹു, അദ്ദേഹത്തിന്റെ വടി തിന്ന ദാബത്തുൽ അർള്, ഭൂമിയിലെ മൃഗം എന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം. പക്ഷേ വടി തിന്ന എന്ന പ്രയോഗത്തിലൂടെ ചിതലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ ഊന്നുവടി തിന്നുകൊണ്ടിരുന്ന ചിതലുകളല്ലാതെ അദ്ദേഹത്തിന്റെ മരണത്തെ പറ്റി ജിന്നുകൾക്ക് അറിയിപ്പ് കൊടുത്തിരുന്നില്ല, അറിയിച്ചിരുന്നില്ല. ഫലമ്മാ ഖറ, അങ്ങനെ മരണപ്പെട്ട് ഊന്നുവടി താഴേക്ക് വീണപ്പോൾ തബയ്യനത്തിൽ ജിന്നു, ജിന്നുകൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. എന്ത്? അല്ലൗ കാനൂ യഅലമൂനൽ ഗൈബ, അവർ അദൃശ്യജ്ഞാനം അറിയുന്നവരാണെങ്കിൽ മാ ലബിസു ഫിൽ അദാബിൽ മുഹീൻ. ഇങ്ങനെ ഇവരുടെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കീഴിൽ ഒരു അപമാനകരമായ ഒരു ശിക്ഷയോടുകൂടി ഇങ്ങനെ ശിക്ഷാരൂപത്തിലുള്ള ഒരു പ്രവൃത്തിയിൽ അങ്ങനെ ഏർപ്പെടേണ്ടി വരില്ലായിരുന്നു. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മരണത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജിന്നുകളുടെ പദപ്രയോഗം മാത്രമാണ് ഈ ആയത്തിലെ പ്രസ്താവനാ വിഷയം. അദ്ദേഹം എങ്ങനെ മരണപ്പെട്ടു, ഏത് രൂപത്തിൽ മരണപ്പെട്ടു, അദ്ദേഹത്തിന്റെ കുടുംബം, ആളുകൾ, മനുഷ്യര് അടുത്തിരുണ്ടായിരുന്നില്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഊന്നുവടി ചെതലുകൾ തിന്നു, ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ ഇവിടുത്തെ പരാമർശം, അദ്ദേഹം ആരാധനയിലിരിക്കെ ഒരു പളുങ്കു കൊട്ടാരത്തിന്റെ ഉള്ളിലായിരുന്നു മരണമെന്നും ആ മരണം ജിന്നുകൾ അദ്ദേഹത്തിന് വേണ്ടി ചുറ്റും ജോലി എടുത്തുകൊണ്ടേയിരിക്കുകയാണെന്നും അങ്ങനെ ഒരുപാട് ദിനങ്ങൾ അവരങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം അവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ആരാധനയിൽ നിമഗ്നനായിട്ടുണ്ട് എന്ന് വിചാരിച്ച് ജോലിയെടുത്തുവെന്നും അവസാനം ചിതലുകൾ, അദ്ദേഹം ഇടക്ക് മരണപ്പെടുകയും ചിതലുകൾ അദ്ദേഹത്തിന്റെ വടി തിന്ന് ആ ഊന്നുവടിയിന്മേൽ നിന്നിരുന്ന അദ്ദേഹം പിന്നീട് മരണപ്പെട്ട് മറിഞ്ഞു വീഴപ്പോഴാണ് വളരെ മുമ്പേ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ജിന്നുകൾ പോലും അറിയുന്നത്. അപ്പൊ ജിന്നുകൾക്കെല്ലാം അറിയാമെന്നൊരു ധാരണയും ഒരു തെറ്റിദ്ധാരണയും വ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇന്നുണ്ടല്ലോ. അപ്പൊ അതൊന്നുമില്ല, അവർക്ക് അവരുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ മരണം പോലും അവർക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുകൂടി ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഈ മരണത്തെ പറ്റി വേറെ ചില വ്യാഖ്യാനങ്ങളൊക്കെ പലരും പറഞ്ഞു കാണുന്നുണ്ട്. പക്ഷേ മിക്കവാറും മുഫസ്സിരീങ്ങൾ ഇതേ വ്യാഖ്യാനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, നേർക്കുനേരെയുള്ള വ്യാഖ്യാനം. അദ്ദേഹത്തിന്റെ മകൻ റുജാം എന്ന് പറയുന്ന ഒരാൾ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ മകന്റെ പേര് അങ്ങനെ കാണപ്പെടുന്നുണ്ട്. അപ്പോ അദ്ദേഹം അത്ര ഭരണപ്രാവീണ്യമുള്ള ആളല്ല. അതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ ജോലിയെടുക്കാൻ ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ചുറ്റുഭാഗത്തുമുണ്ടായിരുന്ന ഗോത്രങ്ങൾ അദ്ദേഹവുമായിട്ട് ആ രാജ്യത്തിൻ്റെമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി, ഇങ്ങനെ പല വ്യാഖ്യാനങ്ങൾ ഇതുമായി ചേർത്തി പറയാറുണ്ട്. സത്യത്തിൽ നേർക്കുനേരെയുള്ള ഒരു പരാമർശവും അതിലൊന്നും നടത്താത്തിടത്തോളം കാലം നമുക്ക് അതാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പൊ ഖുർആനിൽ പറഞ്ഞ ഒരു വാക്യം, സുലൈമാൻ നബി അലൈഹി സ്വലാം മരണപ്പെട്ടു, ആ മരണം ജിന്നുകൾ അറിയുന്നത് അദ്ദേഹത്തിന്റെ ഊന്നുവടി ചിതല് തിന്നപ്പോഴാണ്. ഇതാണ് ഈ ആയത്തിന്റെ ചുരുക്ക രൂപം. വളരെ വിശദമായി പറയേണ്ടുന്ന കാര്യമില്ല, കാരണം പലപ്പോഴും പല കാലത്തായി ഇതിന് പല വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ടത് കൊണ്ടാണ്
അമാനി മൗലവി പോലെയുള്ള തഫ്സീറുകൾ വലിയ വ്യാഖ്യാനങ്ങൾ ആ സമയത്ത് അന്നത്തെ ഒരു ദുർവ്യാഖ്യാനത്തിന് കൊടുത്തിട്ടുള്ളത് എന്ന് മാത്രം മനസ്സിലാക്കുക. ലഖദ് കാന ലിസബഇൻ ഫീ മസ്കനിഹിം ആയ. സൂറത്തു സബ എന്ന് പേര് വരാൻ കാരണം ഈ 15-ാമത്തെ ആയത്താണെന്ന് പറഞ്ഞല്ലോ. ഈ സബ ഗോത്രത്തിന് അല്ലെങ്കിൽ സബ എന്ന് പറയുന്ന ആ നാടില് അവരുടെ വാസസ്ഥലത്തിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. ജന്നത്താനിയ യമീനിം വശിമാൽ, ഇടം വലം തോട്ടങ്ങളാണ്. കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ തയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂർ. നിങ്ങളാ വിഭവങ്ങളിൽ നിന്ന് ഒക്കെ നിങ്ങൾ ആഹരിച്ചു കൊള്ളുക, ഭക്ഷിച്ചു കൊള്ളുക, അള്ളാഹുവിന് നന്ദിയുള്ളവരായി തീരുക. നല്ല ശുദ്ധമായ ഒരു രാജ്യം, ഏറെ പൊറുക്കുന്ന റബ്ബ്. ഖുർആൻ മനോഹരമായ ഒരു നാടിനെ പറ്റി, സബയിനെ പറ്റി വിശദീകരിക്കുന്നത് രണ്ട് തോട്ടം എന്ന് പറഞ്ഞാൽ വെറും രണ്ട് തോട്ടം എന്ന അർത്ഥത്തിലല്ല എന്നും, എവിടെ നോക്കിയാലും ഇടംവലം തോട്ടങ്ങള്, മനോഹരമായ ഒരു നാടായിരുന്നു അത്. അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിച്ചാൽ മാത്രം മതിയായിരുന്ന ഒരു ജനതയായിരുന്നു. കാരണം അള്ളാഹു ഏറെ പൊറുക്കുന്നവനായിരുന്നു എന്ന് പറഞ്ഞു വെക്കാണ്. പക്ഷെ ഫഅറളൂ, അള്ള പറയാണ്, അവര് തിരിഞ്ഞു കളഞ്ഞു, നന്ദി കെട്ടവരായി തീർന്നു. കാരണം അള്ളാഹുവിനോട് വിധേയപ്പെട്ട് ജീവിക്കുവാനോ റബ്ബിന് ശുക്ർ ചെയ്ത് ജീവിക്കുവാനോ അവര് തയ്യാറായില്ല. ഫഅർസൽനാ അലൈഹിം സൈലൽ അരിം. സൈലൽ അരിം എന്ന് പറഞ്ഞാൽ അണമുറിഞ്ഞ ജലപ്രവാഹം എന്ന അർത്ഥത്തിലും, അതല്ല അവിടെ തന്നെ ഉണ്ടായിരുന്ന ജലസേചനത്തിന് ഉപയോഗിച്ചിരുന്ന അണക്കെട്ട് പൊട്ടി ഒരു വലിയ വെള്ളപ്പൊക്കമുണ്ടായി എല്ലാം നശിച്ചു എന്ന അർത്ഥത്തിലും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ നാട് നശിക്കുകയാണ്. വബദ്ദൽനാഹും ബിജന്നതൈഹിം ജന്നതൈൻ. അവിടെ ഉണ്ടായിരുന്ന തോട്ടങ്ങൾക്ക് പകരം വേറെ ചില തോട്ടങ്ങൾ അല്ലാഹു രണ്ട് തോട്ടങ്ങൾ പകരം കൊടുക്കുന്നു. ഏതാണ് ആ തോട്ടം? ദവാതൈ ഉകുലിൻ ഖംത് വ അസ്ലിൻ വ ശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ. അത് ഒന്ന് കയ്പുള്ള ഫലങ്ങളുള്ള അസ്ല് വൃക്ഷം, അതേ പ്രകാരം തന്നെ അല്പം ചില ഇലന്തമരം, സിദ്ർ എന്ന് പറഞ്ഞാൽ ഇലന്തമരം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. പിന്നെ മറ്റൊന്ന് ഹംത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കയ്പുള്ള, ചവർപ്പുള്ള, തിന്നാൻ കൊള്ളാത്ത എന്നൊക്കെയാണ്. അപ്പോ തിന്നാൻ കൊള്ളാത്ത അത് കാറ്റാടി മരം വിശദീകരിച്ചവരുണ്ട്, പറഞ്ഞവരുണ്ട്. അതേ പ്രകാരം തന്നെ പിന്നെ വാഗമരങ്ങൾ, ഇലന്തമരങ്ങൾ. ഏതായിരുന്നാലും മനോഹരമായ തോട്ടങ്ങളുണ്ടായിരുന്ന ഒരു രാജ്യം അള്ളാഹുവിന് നന്ദികേട് കാണിച്ച് ജീവിച്ചതിന്റെ കാരണത്താല് ആ വലിയ വെള്ളപ്പൊക്കമുണ്ടായി എല്ലാം നശിച്ച് തോട്ടങ്ങൾക്ക് പകരം അവിടെ ഒന്നിനും കൊള്ളാത്ത കുറച്ച് ചെടികള്, തിന്നാൻ കൊള്ളാത്ത കായ്കനികൾ ഒക്കെ ഉണ്ടായിത്തീർന്നു. ഇതാണ് അള്ളാഹു പറയുന്നത് എന്നാണ്. ذَلِكَ جَزَيْنَاهُمْ بِمَا كَفَرُوا. അങ്ങനെ സംഭവിച്ചത് അവർക്കുള്ള പ്രതിഫലമായിട്ടാണ്, ആ നന്ദികേട് കാണിച്ചതിന്റെ പ്രതിഫലമായിട്ടാണ്. അള്ള ചോദിക്കാണ്, വഹൽ നുജാസി ഇല്ലൽ കഫൂർ. നന്ദി കെട്ടവരോടല്ലാതെ നാം ഈ പ്രതിഫല നടപടി എടുക്കുമോ? അള്ളാന്റെ ചോദ്യമാണ്. അള്ള അങ്ങനത്തെവരോടെ അത് ചെയ്യുള്ളൂ എന്നാണ്. അപ്പൊ നന്ദികേട് കാണിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, എല്ലാ നിയമങ്ങളെയും ലംഘിക്കുന്ന, എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദികേട് കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അത്തരം ശിക്ഷ കൊടുത്തിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇതിലൂടെ നടത്തുന്നത് എന്നാണ്. ഇനിയും അതേ നാട്ടുകാരുടെ തന്നെ നന്ദികേടിന്റെ മറ്റൊരു വേർഷൻ പറയുകയാണ്. വജഅൽനാ ബൈനഹും വബൈനൽ ഖുറല്ലതി ബാറക്നാ ഫീഹാ. വജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, ബൈനഹും അവർക്കിടയിലും, വബൈനൽ ഖുറ, ഖറിയത്ത് എന്നതിന്റെ ജമ്മാണ് ഖുറ, നാടുകൾ, ഗ്രാമങ്ങൾ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അല്ലത്തി ബാറക്നാ ഫീഹാ, നാം അനുഗ്രഹിച്ച വേറെ ചില നാടുകൾക്കും ഇടയിൽ ഖുറൻ ലാഹിറത്തൻ, പ്രത്യക്ഷമായ ചില നാടുകൾ ഉണ്ടായിരുന്നു. വഖദ്ദർനാ ഫീഹ സൈർ, അതിലൂടെയുള്ള സഞ്ചാരത്തെ നാം കണക്കാക്കിയിരുന്നു. സീറൂ ഫീഹാ ലയാലിയ വ അയ്യാമൻ ആമിനീൻ, അവയിലൂടെ നിങ്ങൾ രാവും പകലും നിർഭയരായി സഞ്ചരിച്ചു കൊള്ളുവീൻ. ആമിനീൻ എന്ന് പറഞ്ഞാൽ നിർഭയരായി സഞ്ചരിച്ചു കൊള്ളുവീന്നാണ്. അപ്പോ ഇതിനെപ്പറ്റിയുള്ള വിശദീകരണം എന്തെന്ന് ചോദിച്ചാൽ,
ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര, കച്ചവട യാത്ര. ഇപ്പൊ ഖുറാനിൽ തന്നെ പറഞ്ഞല്ലോ, രഹലത്ത ഷിത്ത ഇവ സൈഫ്, ഉഷ്ണകാലത്തും അതേപ്രകാരം തന്നെ ശൈത്യകാലത്തും ഒക്കെ പോകുന്ന യാത്രകളെ പറ്റി. അപ്പൊ അങ്ങനെ യാത്ര എളുപ്പമായ ബാറക്കന എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുഗ്രഹിച്ച ഷാം, ഇന്നത്തെ ഫലസ്തീൻ ഉൾപ്പെടുന്ന വലിയ ഒരു പ്രദേശം, അതേപ്രകാരം തന്നെ ഈ പറയപ്പെട്ടതുപോലെ സിറിയ, യമൻ ഉൾക്കൊള്ളുന്ന ആ പ്രദേശം, അതിലൂടെയൊക്കെയുള്ള യാത്ര എളുപ്പമായിരുന്ന കാലം ഉണ്ടായിരുന്നു. ഇടത്താവളങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ അവരുടെ ജീവിതോപാധികൾ എളുപ്പമാക്കി കൊടുത്ത, അങ്ങനെയുള്ള ഒരു സൗകര്യപ്പെടുത്തി കൊടുത്ത നാടുകളും ഇടത്താവളങ്ങളൊക്കെ ഉള്ള ഒരു സൗകര്യത്തെ പക്ഷേ അതവർ അർഹിക്കുന്നില്ലാത്ത വിധം ദുരുപയോഗപ്പെടുത്തുകയും നന്ദികേട് കാണിക്കുകയും, ഫഖാലു റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ബാഇദ് ബൈന അസ്ഫാരിന, ഞങ്ങളുടെ യാത്രകൾക്കിടയിൽ നീ ദൂരമാക്ക്, വളലമു അൻഫുസഹും, അവരവരോട് തന്നെ അതിക്രമം കാണിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്തപ്പോൾ ഫജഅൽനാഹും അഹാദീസ, അവരെ വെറും പഴങ്കഥകളായി, വെറും വർത്തമാനങ്ങളാക്കി നാം മാറ്റി. വമസ്സഖ്നാഹും കുല്ല മുമസ്സഖ്, നേരത്തെ പറഞ്ഞതുപോലെ സർവത്ര അവരെ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലികുല്ലി സബ്ബാരിൻ ശക്കൂർ, ക്ഷമിക്കുന്നവർക്കും നന്ദി കാണിക്കുന്നവർക്കും ഇതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട്. പടച്ചവനോട് നന്ദി കാണിക്കുക, ക്ഷമിച്ച് ജീവിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശമാണ്. അതില്ലാത്ത ആളുകൾക്ക് ഇതിലൊക്കെ പാടുണ്ട് എന്നാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു ചെയ്ത യാത്രാ സൗകര്യങ്ങൾ, അപ്പൊ നമ്മളൊക്കെ വാഹനത്ത് കയറുമ്പോൾ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, റബ്ബിനോടുള്ള ശുക്റാണ്. അങ്ങനെ ഓരോ യാത്രകളെയും നമ്മൾ അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായി തീരുക എന്നുള്ളതാണ്. ഇതൊന്നും നമ്മൾ അർഹിക്കുന്നവരല്ല, ഇതൊക്കെ പടച്ചോനിപ്പോ നമുക്ക് ഇങ്ങനല്ല അങ്ങനെ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തണമെന്നൊന്നുമില്ലല്ലോ. അവരുടെ പ്രവൃത്തി തന്നെ മതി. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചു എന്നും തന്നെ വെക്കുക. രണ്ടായിരുന്നാലും നന്ദികേടിന്റെ രൂപമാണ്. പടച്ചോൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങളോട് നന്ദികേടിന്റെ സമീപിക്കുന്ന ആളുകൾക്കൊക്കെ ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട്. അള്ളാഹുവിന് നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യന്റെയും ബാധ്യത. ഈ ഭൂമിയിലെ കുറഞ്ഞ കാല ജീവിതത്തിൽ റബ്ബ് നൽകിയതല്ലാത്ത ഒരു അനുഗ്രഹവും ഒരു മനുഷ്യന്റെ കയ്യിലും ഇല്ല. ആരും സ്വന്തമായി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ആരും സ്വന്തമായി ഒന്നും തിരിച്ചു കൊണ്ടുപോവുകയുമില്ല. ഭൂമി അള്ളാഹുവിൻ്റെതാണ്. ഇവിടുത്തെ സസ്യലതാളിതികളും ഇവിടുത്തെ സൂര്യനും ചന്ദ്രനും മഴയും കാറ്റും വെയിലും പൂവും പൂമ്പാറ്റയും കടലും എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവസാനം ഇതൊക്കെ വിട്ടെറിഞ്ഞ് നമ്മളങ്ങ് പോവും. ഇതൊക്കെ അനുഭവിക്കുന്നതിന് അള്ളാഹുവിനോട് ശുക്രുണ്ടാവുക എന്നതാണ് ആത്യന്തികമായി വിശ്വാസിയുടെ ബാധ്യത. അതില്ലാത്തവർക്ക്, അതുള്ളവർക്ക് പാടേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ? അത് കാണിക്കാത്ത ആളുകളിൽ ഇങ്ങനൊക്കെ വലിയ ശിക്ഷ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അള്ളാഹു നമുക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ അതിന് അള്ളാഹുവിനോട് നമ്മൾ ശുക്ർ ചെയ്യണം. ഒരു അദാബും നമുക്ക് നൽകാതിരുന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ എത്രയൊക്കെ ധിക്കാരം കാണിച്ച് ജീവിച്ചാലും അള്ളാഹു നമ്മളോട് പിന്നെയും കരുണയോടെ സമീപിക്കുന്നുവെങ്കിൽ അവിടെയും നമ്മൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹു ശുക്രുള്ളവരിൽ, പ്രത്യേകിച്ച് സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞതുപോലെ, അള്ളാഹുവെ, എന്നെ ശുക്രുള്ളവനാണോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഹാദാ മിൻ ഫദ്ലി റബ്ബി എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറയുന്നത്. അങ്ങനെ ശുക്രുള്ളവരായി ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ.